യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബൗട്ടാലിയ റീകാരബ ബൗട്ടാലിയ ജാരാബ യേശുവിന്റെ നാമത്തിൽ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോയിൽ കണ്ട ആള് ഒരു പാച്ചറാണ്. പാച്ചറെന്ന് പേര് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി സ്വർണ്ണമാല അടിച്ചു മാറ്റിയ വേന്ദ്രൻ. ഇവൻ നല്ല രീതിയിൽ തന്നെ അന്യഭാഷ പറയും. അന്യഭാഷയല്ല, അന്യായ ഭാഷ പറയും. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ പാച്ചർമാരും അന്യായ ഭാഷകൾ പറയുന്നത്. ഇങ്ങനെ ഇവൻ പറഞ്ഞ ഭാഷ കേട്ടോ, ഇതേ സെയിം ഭാഷ തന്നെയല്ലേ നമ്മുടെ ഈ ഇവിടുത്തെ പാച്ചർമാരും പറയുന്നത്. അതിനെയാണ് അന്യായ ഭാഷ എന്ന് പറയുന്നത്. ഇതൊക്കെ പരിശുദ്ധാത്മാവിൽ കിട്ടുന്ന ഭാഷയാന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിമാരൊക്കെ ഇവന്മാരെ വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ട് ഇവന്മാരോട് പറയും ഒന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോഴത്തേന് ഇവന്മാരെന്ത് ചെയ്യും? ഇവന്മാർ പറയും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും ഇങ്ങോട്ട്. ഇവൻ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോരുത്തരും വിളിച്ച് കയറ്റിക്കിട്ട് അമ്മച്ചിമാരും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള ചില മൊണ്ണ വിശ്വാസികളും ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരെ മുതലാക്കിക്കൊണ്ട് ഇവന്മാരെ പോലെയുള്ളവൻ തട്ടിപ്പ് നടത്തിക്കൊണ്ട് പോകും, സ്വർണ്ണമാല ഇസ്കിക്കൊണ്ട് പോകും, പണം കൊണ്ടുപോകും, എല്ലാം നടത്തും. ഇവനൊരു കള്ളനാണ്. ഇവന്റെ പേരിൽ 39 കേസുണ്ട്. ഇവന്റെ പേര് ഷിബു സി നായർ എന്നാണ്. ഇവന്റെ പേര് 39 കേസുണ്ട്. ന്യൂസ് വന്നിരിക്കുന്നത് ഇവനൊരു അച്ഛനായിട്ട് പോയി ഈ പറയുന്ന മറിയാമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ മാല അടിച്ചു. അതായത് അമ്മ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്, അതിനുവേണ്ടി നിങ്ങളൊരു 1000 രൂപ ഞങ്ങൾക്ക് തരണം, ഇതിന്റെ ഈ ഇതൊക്കെ ലോണൊക്കെ അങ്ങോട്ട് തുടക്കമിടത്തില്ലേ, അതിന്റെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ്. ആ 1000 രൂപ എടുക്കാനായിട്ട് അമ്മ പോയതാണ്. അമ്മയുടെ ആ ഒരു മണ്ടത്തര നോക്കിക്കോണേ. ലോണെന്ന് കേട്ടപ്പോഴത്തേന് അങ്ങ് മറിഞ്ഞു വീണു. അതുമല്ല, ഒരു അന്യഭാഷയൊക്കെ വന്ന് പറയുവാണല്ലോ. അതൊക്കെ കേട്ടപ്പോഴത്തേന് അങ്ങ് വിശ്വസിച്ചു. അമ്മ പൈസ എടുക്കാൻ പോയി പൈസ എടുത്തോണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേന് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ച് മേടിച്ച് അത് കഴിഞ്ഞ് അമ്മയുടെ മാലയും പിടിച്ചു പറിച്ചുകൊണ്ട് ഇവനൊരു വോക്കങ്ങ് പോയി. ഇവനെ പിന്നെ മുണ്ടക്കയത്തു നിന്നാണ് പോലീസ് പൊക്കുന്നത്. എന്തായാലും ഇവന്റെ അന്യഭാഷ ഒന്ന് കേട്ടു നോക്കാം. ഇവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു, എടാ നിന്റെ അന്യഭാഷ ഉണ്ടല്ലോ, നീ ആ പറയുന്നതൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ, നീ ഇനി അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞടാന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവന്റെ ആ പറച്ചിലും ഇവന്റെ ആ ഇതൊക്കെ കാണണം, ആ ഒരു ആത്മാവിനെ ഉൾക്കൊണ്ടുള്ള ഒരു പറച്ചിലൊക്കെ ഇത് സെയിം നമ്മുടെ പാച്ചർമാർ ചെയ്യുന്ന അതേപോലത്തെ അതേ മോഡലാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. കൊള്ളാം കേട്ടോ. ഇത് യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ബൗട്ടാലിയ റീകാരബ ബൗട്ടാലിയ ജാരാബ യേശുവിന്റെ നാമത്തിൽ. ബൗട്ടാല റിംഗബല എന്ന് പറയുന്നവന്റെ ഇവന്റെ ചപ്പക്കുറ്റിക്ക് യേശുവിന്റെ നാമത്തിൽ ഒരു പൊട്ടിക്ക് കൊടുത്തു കഴിഞ്ഞോണ്ടല്ലോ കണ്ണീച്ച പറക്കും. അതുപോലെ ഒന്ന് ചെയ്താൽ മതി. അതുമാത്രമല്ല, ഇവനെ പിടിച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നില്ല, ഈ ലോക്കപ്പിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇവൻ വിസർജനം നടത്തിയിട്ട് മലവിസർജനം നടത്തിയിട്ട് ഇവൻ ഇത് വാരി ഈ പോലീസുകാർ എറിഞ്ഞെന്നേ. ഇവനെയൊക്കെ എന്തോ ഒരു സാധനമെന്നറിയാമോ? ഇവനെയൊക്കെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ഇവനെ വിശ്വസിക്കുക. ഇവർ കള്ളനാണ്. ഓക്കെ, ഈ കള്ളൻ ചെന്ന് ഒരച്ഛൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ഒരു പാസ്റ്ററാണ് എന്ന് പറഞ്ഞൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ കയറ്റി ഇരുത്തി ആ അമ്മയുണ്ടല്ലോ, അമ്മ പ്രായമുള്ള ഒരു അമ്മയായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ അമ്മ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചില പാച്ചർമാർ ഉണ്ട്, ഇങ്ങനെ പറയുന്നവരുണ്ട്, ഇങ്ങനെ വിശ്വാസികളെ വഞ്ചിക്കുന്നവരുണ്ട്, ഇങ്ങനെയുള്ള അച്ഛന്മാരുണ്ട്. അതുകൊണ്ടല്ലേ ആ അമ്മച്ചി ഈ പറയുന്നവൻ ചെന്നപ്പോഴത്തേന് വിളിച്ചിരുത്തിയത്. ഒരു ചായയൊക്കെ കൊടുത്തു കാണും. ആ കുടിച്ചിട്ടായിരിക്കും നാറി ഈ ഒരു പണി ചെയ്തത്. അമ്മച്ചി കൊല്ലാതെ വിട്ടത് ഭാഗ്യമെന്ന് പറയാം. ഇതിവൻ പറഞ്ഞ അതേ സെയിം ഭാഷയല്ലേ നമ്മുടെ നാട്ടിലുള്ള പാച്ചർമാർ പറയുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവന്മാർ കാണിക്കുന്ന പോലത്തെ അല്ലയോ ഒരു ദീർഘശ്വാസമൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് ഇങ്ങനെ ആത്മാവിൽ പുളരിതരായിട്ട് പറയുന്നത്. ഇത് സെയിം സംഭവം തന്നെയല്ലയോ ഇവിടുത്തെ പാച്ചർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെയിം സംഭവമല്ലേ? ഇങ്ങനെ തന്നെയല്ലേ? ഇവൻ നല്ല രീതിയിൽ പഠിച്ചവനാണ്. ഇവനെ കുറച്ചുകൂടെ ഒന്ന് പഠിച്ച് ഒന്ന് വിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവൻ നല്ലൊരു സുവിശേഷകനായനെ. ഇവനെ മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞത് വലിയ കഷ്ടമായി പോയി. ഇല്ലായിരുന്നു ഇവൻ ഒന്നാന്തരം സുവിശേഷകനായി മാറിയേനെ. അതിനനുവദിച്ചില്ല പോലീസുകാർ. അതിനിപ്പുറമേ പൊക്കിക്കളഞ്ഞു. നിങ്ങൾ തന്നെ പറഞ്ഞു, ഇത് സെയിം അല്ലേ? ഇതേപോലെ അല്ലയോ പലരും തട്ടിപ്പ് നടത്തുന്നത്? പക്ഷേ അമ്മാര് തട്ടിപ്പ് നടത്തുന്നത് ആരും അറിയത്തില്ല. കാരണം വിശ്വാസികളോട് പറയും, നിങ്ങൾക്ക് അത് വേണോ, നിങ്ങൾ മാല കൊണ്ട് ഇവിടെ ഇട്, നിങ്ങൾക്ക് ഇത് കിട്ടണോ, നിങ്ങളുടെ സ്വർണം കൊണ്ട് ഇവിടെ തള്ളു എന്നൊക്കെ അവരോട് പറയുന്നത്. അല്ലെ പൈസ കൊണ്ട് തള്ളു, നിങ്ങളുടെ ഒരു മാസത്തെ പൈസ കൊണ്ട് തള്ളു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കിട്ടണമെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ സംഭാവന ചെയ്യും, നിങ്ങൾ ഓഡിറ്റോറിയത്തിന് സംഭാവന ചെയ്യും, നിങ്ങൾ കുരിശ് മേടിക്കാൻ സംഭാവന ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് മറ്റുള്ള പാസ്റ്റർമാരും അച്ഛന്മാരും. അതിൻ്റെ ഒരു വേറൊരു വെർഷനായിട്ട് ഇവൻ ഇറങ്ങിയതാണ്.
എന്തായാലും ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. അടൂരാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വായിക്കാം, വലിയ രസമാണ്. വൈദികൻ എന്ന പേരിൽ വീട്ടിലെത്തി മാല പൊട്ടിച്ചയാൾ പിടിയിൽ. അടൂർ വൈദികനാണെന്നും പള്ളിയിൽ നിന്ന് ലോൺ അനുവദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ കയറി പ്രാർത്ഥിച്ച ശേഷം വയോധികയുടെ മാലയും പൊട്ടിച്ച് കടന്നു കളഞ്ഞയാൾ പിടിയിൽ. തിരുവനന്തപുരം കാഞ്ഞിരംകുളം കണ്ണൻ കോളേജിലെ ഷിബു എസ് നായരാണ് 47 അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ജില്ലകളിലായി 36 കേസിലെ പ്രതിയാണ്. പിടികൂടി സ്റ്റേഷൻ ലോക്കപ്പിൽ എത്തിച്ച ഉടൻ വിസർജനം നടത്തിയ ഇയാൾ പോലീസിന് നേരെ മലം വാരി എറിയുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. എന്തൊരു സാധനമാണ് ഇത് അല്ലേ? ഇവനെയൊക്കെ എന്താ പറയുന്ന നാരിയുണ്ടല്ലോ. മുമ്പ് ഒരു അപകടം പറ്റി ഇവനെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോയപ്പോൾ ഇവൻ ആ ആംബുലൻസിലുള്ള നേഴ്സിനെ കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ മാല കവർ ചെയ്യാനൊക്കെ നോക്കി. എന്തല്ലേ, അതുകൊണ്ട് ഞാൻ വായിക്കാം. 2024 ഓഗസ്റ്റിൽ തൃശ്ശൂരിൽ അപകടത്തിൽ പരിക്കേറ്റ ഷിബുവിനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ നേഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ഈ കേസിൽ ജയിലിലായിരുന്നു. ഒക്ടോബർ 30-നാണ് പുറത്തിറങ്ങിയത്. നവംബർ 1-ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മറിയാമ്മയുടെ വീട്ടിൽ ഷിബു എത്തിയത്. പള്ളിയിൽ നിന്ന് മകൾ മോളിക്ക് ഒരു ലോൺ അനുവദിച്ചതായി ഇവരോട് പറഞ്ഞു. തുടർ നടപടികൾക്കായി 1000 രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു. ഇത് കേട്ട മറിയാമ്മ വീടിനുള്ളിൽ ചെന്ന് രൂപ എടുത്തുകൊണ്ടുവരുമ്പോൾ അത് തട്ടിപ്പറിച്ച ശേഷം കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയും പൊട്ടിച്ച് ഓടുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. മറിയാമ്മയുടെ മകൾ തൊഴിലുറപ്പ് പണിക്ക് പോയിരിക്കുകയായിരുന്നു. മുണ്ടക്കയത്ത് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ ഇവനെ പോലീസ് ഓടിപ്പിടിച്ച് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഇതുപോലെ ഇവനിങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് എന്ന് ഇവൻ കൃത്യമായിട്ട് പറയാം. അതുമാത്രമല്ല, ഈ അമ്മച്ചി ഇവനെ വിളിച്ചിരുത്തി ചായയും കൊടുത്ത് പൈസ എടുക്കാനായിട്ട് ഉള്ളിൽ പോയി പൈസ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവനെ പോലെ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയവരുണ്ടാവാം, ഇവനെ പോലെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അമ്മച്ചി ഇങ്ങനെ പെട്ടുപോയത്. അമ്മച്ചിയെ ഇതുപോലെ പറ്റിച്ചവരൊക്കെ ഉണ്ടാവാം. ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് അന്യഭാഷയൊക്കെ പറഞ്ഞ് അമ്മച്ചി ഇതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ കിട്ടും, സൗഖ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞവരുണ്ടാവാം. അതുകൊണ്ടാണ് അമ്മച്ചി ഈ പറയുന്ന കാലമാടനെയും വിശ്വസിച്ചത്. അല്ലേ? അതുകൊണ്ടാണ് വിശ്വസിച്ചത്. ഇവന്മാരെ പോലെയുള്ളവന്മാർ വന്നിട്ട് ഇതുപോലെ അന്യഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അന്യായ ഭാഷ പറയുകയും പാവം പിടിച്ച വിശ്വാസികളെ ഇതുപോലെ പറ്റിക്കുകയും ചെയ്യും. ഇവിടെ അമ്മച്ചിയെ കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യം. സത്യം. 39 കേസിലെ പ്രതിയാണ് ഇവൻ. 39 കേസിലെ പ്രതി. ഇവൻ ഉപയോഗിച്ചതോ പാസ്റ്റർമാരുടെ അതേ പ്ലാറ്റ്ഫോം, അതേപോലെ അവന്മാരെങ്ങനാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ. ഇവൻ എങ്ങനെ ഇങ്ങനെ അന്യായ ഭാഷ പറഞ്ഞു? മറ്റുള്ളവർ ഈ പാസ്റ്റർമാരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങ് ആത്മാവിൽ കിട്ടുന്ന പരിശുദ്ധാത്മാവിൽ കിട്ടുന്നതാണെന്ന്. പക്ഷേ ഇവൻ എവിടുന്ന് കിട്ടി? അപ്പോൾ ഈ പറയുന്നവന്മാർ പറയുന്നതല്ല അന്യഭാഷ എന്നുള്ളത് ഇനിയേലും വിശ്വാസികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണ്. അല്ല യുവമാർ പറയുന്ന പോലെ രംബാലങ്ങളിൽ ലഹു ലഹൂൽ ഒന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇവന്മാരെ പോലെയുള്ളവന്മാരെയൊക്കെ ഉണ്ടല്ലോ പിടിച്ച് അകത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഇതുപോലെയുള്ള പല അച്ഛന്മാരുണ്ട്, പല പാസ്റ്റർമാരുണ്ട്, കുറേ എണ്ണമുണ്ട് ഇതുപോലെ വിശ്വാസികളെ പറ്റിക്കാനായിട്ടുള്ളവന്മാർ. അവന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ചെറുതാണ്. അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പകൽ കൊള്ളക്കാരാണ് അവന്മാർ. പക്ഷേ അവന്മാർ കൊള്ളയടിക്കുന്നുണ്ടെന്നുള്ളത് വിശ്വാസികൾക്ക് മനസ്സിലാവത്തില്ല. അവർ വേറൊരു രീതിയിലാണ് കൊള്ളയടിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ അമ്മച്ചിയുടെ അടുത്ത് വന്ന് മാല പൊട്ടിച്ച് കൊണ്ടുപോയത് കൊണ്ട് മനസ്സിലായി. ഇല്ല നൈസായിട്ട് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നെങ്കിൽ അറിയത്തു പോലും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവായാലും അവൻ ആ ലോക്കപ്പിൽ കൊണ്ടുപോയ സമയത്ത് ഇവൻ എന്തിനാടപ്പം മലം വാരി എറിഞ്ഞത്? അതാ എനിക്ക് പിടുത്തം കിട്ടാത്തത്. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് കുറേ പാസ്റ്ററിൻ്റെ അങ്ങ് വലിയ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ടാവും. നിങ്ങളൊക്കെ വന്ന് കമൻറ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.